ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ബ്രേക്ക്ഫാസ്റ്റായും ഡിന്നറായും ഒക്കെ കഴിക്കാവുന്ന ഒരു ഈസി റാഗി റെസിപ്പിയാണ് ഷെയർ ചെയ്യുന്നത്. അതിനുവേണ്ടി ഒരു 2 ടേബിൾ സ്പൂൺ റാഗി ഫ്ലോറാണ് ഞാൻ ഈ പാത്രത്തിലിട്ടിരിക്കുന്നത്. ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളം ചേർത്തതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒട്ടും കട്ടയില്ലാതെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്കിതിവിടെ മാറ്റി വെക്കാം. ഇനി ഒരു പാനിലേക്ക് 2 കപ്പ് അളവിൽ വെള്ളം ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിത് ഗ്യാസിലേക്ക് മാറ്റാം. ഫ്ലെയിം ഓൺ ചെയ്ത് ഇത് നന്നായിട്ടൊന്ന് ചൂടായി വരട്ടെ. ഇപ്പോൾ നമ്മുടെ വെള്ളം നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. അപ്പം നമ്മൾ കലക്കി വെച്ചിരുന്ന റാഗിയുടെ മിക്സ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇനി റാഗി കുറുകുന്ന വരെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഫ്ലെയിം സിമ്മിലേക്ക് ആക്കാൻ ശ്രമിക്കുക. എന്നിട്ട് വേണം നമുക്ക് ഇളക്കി കൊടുക്കാം. കുറുകി അടിയിൽ പിടിക്കാതിരിക്കേണ്ടതിന് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം. അതുപോലെ തന്നെ തീ ലോ ഫ്ലെയിമിലും വെക്കുക. ഇപ്പോൾ ഇത് കുറുകി തുടങ്ങിയിട്ടുണ്ട്. ഒരു 2 മിനിറ്റ് നമുക്കിത് നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കാം. ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുള്ള ഒരു മില്ലറ്റാണ് റാഗി. മുടി വളർച്ചയ്ക്കും അതുപോലെ തന്നെ കണ്ണിൻ്റെ ആരോഗ്യത്തിനും റാഗി വളരെ നല്ലതാണ്. അതുപോലെ തന്നെ ഡയബറ്റിക് രോഗികൾക്ക് കഴിക്കാവുന്ന ഒരു മില്ലറ്റാണ് റാഗി. അപ്പോൾ റാഗി കുറുകി തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഇനി 1 ടേബിൾ സ്പൂൺ ശർക്കരപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ തേങ്ങ ചിരകിയതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതോടൊപ്പം തന്നെ ഒരു നുള്ള് ഏലക്കാപ്പൊടിയും കൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. മധുരം കൂടുതൽ ആവശ്യമുള്ളവർക്ക് 2 ടേബിൾ സ്പൂൺ ശർക്കരപ്പൊടി ചേർക്കാവുന്നതാണ്. ഞാനിവിടെ ഇപ്പോൾ 1 ടേബിൾ സ്പൂൺ മാത്രമേ ചേർത്തിട്ടുള്ളൂ. അത്രയും മധുരം ഇവിടെ ആവശ്യമുള്ളൂ. ഇത് ഒരുപാട് കട്ടിയാവേണ്ട, ഒരു ലൂസ് കൺസിസ്റ്റൻസി മതി. ഇപ്പോൾ ഏകദേശം റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് തണുത്തതിന് ശേഷം സർവിങ് ഡിഷിലേക്ക് മാറ്റാം. ഇത് കണ്ടോ, നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട്. തണുക്കുമ്പോൾ കുറച്ചും കൂടി ഇത് തിക്കായി വരും. വളരെ ഈസി ആയിട്ടുള്ള ഈ റാഗി റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ തീർച്ചയായും വീട്ടിൽ ട്രൈ ചെയ്തതിന് ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കല്ലേ.